ഈശോമിശിഹായിലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 9 വാക്കുകളുള്ള 149 സങ്കീർത്തനമാണ്. സ്രഷ്ടാവും രാജാവുമായിട്ടുള്ള ദൈവത്തിനുള്ള സ്തുതിയാണ് ഈ സങ്കീർത്തനം. ഇത് വിശുദ്ധര് വിജയത്തോടെ ആനന്ദിക്കട്ടെ എന്ന് പറയുന്ന ഒരു സങ്കീർത്തനം. യുദ്ധം കഴിഞ്ഞിട്ടുള്ള ഒരു വിജയഗീതമായിട്ട് ഈ സങ്കീർത്തനത്തെ കരുതാനാവും. സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവിനെ സ്തുതിക്കണം, കർത്താവിന് പുതിയ ഗാനം ആലപിക്കുക, വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ സ്തുതിക്കണം. ഇസ്രായേല് അവന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കള് അവളുടെ രാജാവിൽ സന്തോഷിക്കട്ടെ. നൃത്തത്തോടുകൂടി അവിടുത്തെ നാമം സ്തുതിക്കണം, തമ്പുരവും കിന്നരവും കൊണ്ട് അവിടുത്തെ സ്തുതികൾ വായിക്കണം. കാരണം കർത്താവ് തന്റെ ജനത്തിന്റെ മേൽ പ്രസാദിച്ചിരിക്കുകയാണ്. വിനയമുള്ളവരെ രക്ഷ കൊണ്ട് ദൈവം അലങ്കരിക്കുന്നു. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ എന്ന് സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുകയാണ്. ജനങ്ങളുടെ കണ്ടങ്ങളില് സ്തുതികളുടെയും സ്തോത്രത്തിന്റെയും വലിയ ആനന്ദം ഉയർക്കട്ടെ എന്ന് സങ്കീർത്തകൻ പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ശരീരം മുഴുവനും വലിയൊരു ആനന്ദത്തിന്റെ കീർത്തനമായിട്ട് മാറ്റണം. ഞങ്ങളുടെ ശരീരത്തിൽ ആത്മാവ് വലിയ സന്തോഷത്തോടുകൂടി ദൈവസ്തുതികൾ ആലപിക്കട്ടെ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ആലപിക്കാം, ആനന്ദ കീർത്തനങ്ങൾ ആലപിക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.